നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പയുടെ ഇമേജിന് വലിയ രൂപത്തിൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് ഈ സമീപ ദിവസങ്ങളിൽ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഇറ്റലിയിലേക്കുള്ള ട്രിപ്പ് വലിയ രൂപത്തിൽ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെട്ടു. പരിക്കേറ്റ് പുറത്തിരിക്കുന്ന സമയമാണ്. പക്ഷേ ടീം സ്ട്രഗിൾ ചെയ്യുമ്പോൾ ടീം ക്യാമ്പ് വിട്ട് കാമുകിയുമൊത്ത് ഇറ്റലിയിൽ ഉല്ലാസയാത്രക്ക് പോയി. അത് റയലിൻ്റെ ആരാധകരും റയലിൻ്റെ മറ്റ് അധികൃതരിൽ ചിലരെങ്കിലും അത്ര നല്ല രൂപത്തിലല്ല എടുത്തത്. അത് വലിയ രൂപത്തിൽ പ്രശ്നമായി. ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കാത്തതിൽ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. അവിടെ ഇറ്റലിയിൽ പോയതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിലെന്താ തെറ്റ്, എൻ്റെ ക്ലബ്ബ് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല എന്നാണ് അദ്ദേഹം ആ കാര്യത്തിൽ പ്രതികരിച്ചത്. പക്ഷേ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എൽ ക്ലാസിക്കോ അദ്ദേഹം കളിക്കാതിരുന്നതാണ് വലിയ രൂപത്തിൽ വിഷയമായത്. എൽ ക്ലാസിക്കോയുടെ തലേന്ന് വരെ ട്രെയിനിങ് ഒക്കെ നടത്തുകയും ട്രെയിനിങ് അവസാനിക്കാൻ ഒരു 5 മിനിറ്റ് ഉള്ളപ്പോൾ എനിക്ക് പറ്റൂല, പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിൻവാങ്ങുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അതിനെ തുടർന്ന് ഇന്നലത്തെ കളിക്ക് ബെഞ്ചിലിരുത്താൻ ആർബിലോവ തീരുമാനിക്കുകയും ചെയ്തു. ആർബിലോവ പറഞ്ഞത് 4 ദിവസം മുമ്പ് ബെഞ്ചിൽ പോലും ഇരിക്കാൻ പറ്റാത്തയാളെ നേരെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ പറ്റൂല, ഞാനാണ് ഇവിടെ കോച്ച്, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതിനോട് എതിർത്ത് എംബാപ്പയും സംസാരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പിന്നെ ഇപ്പോൾ എംബാപ്പെ പറയുന്നത് എൽ ക്ലാസിക്കോ ഞാൻ മനഃപൂർവ്വം കളിക്കാതിരുന്നതല്ല, എൽ ക്ലാസിക്കോ കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ എപ്പോഴും ബാഴ്സലോണയ്ക്കെതിരെ ഗോളടിക്കുന്നയാളാണ്, കളിച്ചാൽ ഗോളടിക്കും. അപ്പം അങ്ങനെയാണ് എനിക്ക് ബാഴ്സയ്ക്കെതിരെയുള്ള എൻ്റെ റെക്കോർഡ്. അപ്പോൾ അതുകൊണ്ട് കളിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അതിന് കഴിഞ്ഞില്ല. ഈ കളിക്കാണെങ്കിൽ ഞാൻ 100% റെഡിയായിരുന്നു, എന്നെ കളിപ്പിച്ചതുമില്ല. തീർച്ചയായിട്ടും എൻ്റെ വിഷമെന്ന് പറഞ്ഞാൽ എപ്പോഴും കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, എനിക്ക് കളിക്കാൻ താല്പര്യമില്ല എന്ന് പ്രചരിപ്പിക്കുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണ്. സീസണിൻ്റെ തുടക്കത്തിൽ പലരും പറഞ്ഞില്ലേ, ഞാൻ ഇത്രയധികം മിനിറ്റുകൾ കളിക്കുന്നത് പ്രശ്നമാണ്, എനിക്ക് റെസ്റ്റ് നൽകണം എന്ന്. ഇപ്പോൾ അതേ ആളുകൾ തിരിച്ചു പറയുന്നു എനിക്ക് കളിക്കാൻ താല്പര്യമില്ല എന്ന്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും വൈരുദ്ധ്യമുണ്ട് എന്ന് തന്നെ എംബാപ്പെ പറയുന്നു. ഏതായാലും ബാഴ്സയുമായി ബന്ധപ്പെട്ട് എംബാപ്പെ എൽ ക്ലാസിക്കോയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കുകൾ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇറ്റ്സ് എ ഷെയിം ഐ കുഡ് നോട്ട് പ്ലേ എൽ ക്ലാസിക്കോ. തീർച്ചയായിട്ടും ഞാൻ ആ കളി കളിക്കാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ബാഴ്സയ്ക്കെതിരെ എപ്പോൾ ഇറങ്ങിയാലും ഗോളടിക്കുന്നയാളാണ് ഞാൻ. ഐ ഓൾവേസ് സ്കോർ അഗെയിൻസ്റ്റ് ബാഴ്സ. 100% ഈ കളിക്ക് ഞാൻ റെഡിയായിരുന്നു. ഞാൻ എപ്പോഴും കളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഇനി അത് അവിടെ വിട്ട് മുന്നോട്ട് പോവുക, അതേ നമുക്ക് ചെയ്യാനുള്ളൂ എന്നുകൂടി കിലിയൻ എംബാപ്പെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എന്താണ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആളുകൾ പറയുന്നു, ചിന്തിക്കുന്നു എനിക്ക് കളിക്കണ്ട എന്ന് ഞാൻ ചിന്തിക്കുന്നതായിട്ട്. ഇറ്റ്സ് നോട്ട് ദി കേസ്, അതല്ല യാഥാർത്ഥ്യം. നോക്കുക, ബിഗിനിങ്ങിൽ ഞാൻ ഒരുപാട് കളിച്ചിരുന്നല്ലോ, അപ്പോൾ എനിക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പോൾ അവർ പറയുന്നു എനിക്ക് കളിക്കണ്ട എന്ന്. എന്ത് സെൻസാണ് ഇതിലൊക്കെ ഉള്ളത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ടീമിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നയാളാണ്. തീർച്ചയായിട്ടും ഈ ടീമിന് തുടക്കത്തിൽ നല്ല റിതമുണ്ടായിരുന്നു, നല്ല രൂപത്തിലാണ് ടീമിന് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതൊക്കെ സീസണിൻ്റെ രണ്ടാം പകുതിയിൽ നഷ്ടമാകുന്നതാണ് നമ്മൾ കണ്ടത്. ഇൻ ദി സെക്കൻഡ് ഹാഫ് ഓഫ് ദി സീസൺ എനിക്കാണെങ്കിൽ കുറേ ഇഞ്ചുറിയും പ്രശ്നങ്ങളും ഈ കാൽമുട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളൂ, എന്നല്ലാതെ മറ്റു വിഷയങ്ങളില്ല എന്നുകൂടി എംബാപ്പെ പറയുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.